നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അർജന്റീനൻ കളിക്കാർ സ്പെയിൻ കളിക്കാരെ ആക്രമിക്കുകയും ഇടിച്ച് നിലത്തിടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുൾപ്പെടെ അതിനൊപ്പം തന്നെ ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ വിജയത്തിന് ശേഷം ഫോക്ലാൻഡ്സ് ബാനർ ഉയർത്തിപ്പിടിച്ച് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം എതിരെ ഫിഫ നടപടിയെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. ഫിഫ കാര്യമായ ശക്തമായ അന്വേഷണം നടത്തുകയാണ്. കൂട്ട നടപടി ഉണ്ടാകും, അർജന്റീനൻ കളിക്കാർക്കെതിരെ കൂട്ട നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരം. അത് തീർച്ചയായും അനിവാര്യവുമാണ്. കാരണം ഫുട്ബോളിന് ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ കടുത്ത ശിക്ഷ നൽകുക തന്നെയാണ് വേണ്ടത്. ലോകകപ്പ് ഫൈനലിലെ സംഘർഷങ്ങളുടെയും ഫോക്ലാൻഡ്സ് ബാനർ ഉയർത്തിയതിൻ്റെയും പേരിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെയും 3 കളിക്കാർക്കും പരിശീലകനുമെതിരെയും ഫിഫ അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫൈനൽ മത്സരത്തിന് ശേഷം ഉണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് അർജന്റീന മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പർഡേസിനെതിരെ 3 ആക്രമണ കുറ്റങ്ങളും ഡിഫൻഡർ പ്രതിരോധ നിര താരം നഹുൽ മൊളീനയ്ക്കെതിരെ 2 ആക്രമണ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സഹപരിശീലകനായ റോബർട്ടോ അയാളയ്ക്കെതിരെ ഒരു കുറ്റവും ഫിഫ അച്ചടക്ക സമിതി ചുമത്തിയിട്ടുണ്ട്. ഈ താരങ്ങൾക്കെതിരെയും ഈ സഹപരിശീലകനായ റോബർട്ടോ അയാളയ്ക്കെതിരെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെയും ഒക്കെ അന്വേഷണങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് കാര്യമായ ശക്തമായ നടപടിയിലേക്കാണ് ഫിഫയുടെ അച്ചടക്ക സമിതി നീങ്ങുന്നത്. ഇതിനു പുറമെ ഈ കുറ്റങ്ങൾക്കൊക്കെ പുറമെ കായിക മര്യാദയില്ലാത്ത പെരുമാറ്റത്തിൻ്റെ പേരിൽ മൊളീന, സഹതാരം തിയാഗോ അൽമാഡ, സ്പാനിഷ് മിഡ്ഫീൽഡർ ഗാവി എന്നിവർക്കെതിരെയും സ്പാനിഷ് മിഡ്ഫീൽഡർ ഗാവി അന്നും പരഡൈസ് ഇടിച്ചു വീഴ്ത്തിയത് ഗാവിയായിരുന്നു. ഗാവി പക്ഷേ എന്തോ തെറ്റായി പറഞ്ഞു എന്നൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഗാവിക്കെതിരെയും അന്വേഷണം ഉണ്ട്. അപ്പോൾ ശക്തമായ നടപടിക്ക് തന്നെയാണ് ഫിഫ ഒരുങ്ങുന്നത് എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.